ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ എല്ലാം കൊണ്ട് തന്നെ ക്രഷ് ഫ്രണ്ടിനോട് പറയുന്നുണ്ട്. അവൾക്ക് എന്ത് പറ്റിയെന്ന് അറിയില്ല, ഭയങ്കര സങ്കടമൊക്കെ ആയിരിക്കുന്നുണ്ട്. അവൾ എന്നോട് ദേഷ്യപ്പെട്ടു, എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുമ്പോഴത്തേനും ഫ്രണ്ട് പറയുന്നുണ്ട്, നിനക്ക് അവളെ ഇഷ്ടമാണെങ്കിൽ അങ്ങ് തുറന്ന് പറഞ്ഞൂടേടാ, എന്തിനാ വെറുതെ ഇങ്ങനെ അവളോട് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടും. അതുപോലെ തന്നെ അവൾ പറയുന്നൊക്കെ കേട്ടിട്ട് നീ വിഷമിക്കാനോ നടക്കുന്നത്, നേരെ തന്നെ പറയുന്നതല്ലേ ഏറ്റവും നല്ലതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അങ്ങനെയൊന്നും ഇല്ലടാ എന്ന് പറയുന്ന സമയത്ത് തന്നെയാണ് ദേവിജി അവിടേക്ക് വരുന്നത്. ദേവിജി പറയുന്നുണ്ട്, "കൃഷ്, എനിക്ക് നിൻ്റെ ഒരു സഹായം വേണമെന്ന് പറയുന്നുണ്ട്." "എന്താ സാർ?" എന്ന് ചോദിക്കുമ്പോഴത്തേനും, "അത് എനിക്കല്ല, കൺമണിക്ക് വേണ്ടിയിട്ടാണ്" എന്ന് പറയുന്നു. "കൺമണിക്ക് എന്താ പ്രശ്നം സാർ?" എന്ന് ചോദിക്കുമ്പോഴത്തേനും, "അവൾക്ക് കുറച്ച് ക്യാഷ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. ആ പാവത്തിൻ്റെ വീട് ജപ്തി ചെയ്യാനായിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ വിഷമത്തിലാണ് അവൾ, എന്തൊരു സങ്കടത്തിലാണ് അവൾ നടക്കുന്നത്." ഞാൻ ചോദിച്ചപ്പോഴാണ് ആ കുട്ടി പറഞ്ഞത്. അപ്പോഴത്തേനും ആ കൃഷിന് കാര്യം മനസ്സിലായി. അതുകൊണ്ടായിരിക്കും രാവിലെ എന്നോട് ഇത്രയും ദേഷ്യപ്പെട്ടതെന്ന്. അപ്പോഴത്തേനും, "അത് വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാമല്ലോ സർ." അതൊന്നും അവൾ സ്വീകരിക്കുന്നതല്ല. അങ്ങനെയൊന്നും വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പിന്നെ ആ ഡൽഹി പ്രോജക്റ്റ് അവളല്ലേ നമുക്ക് തിരിച്ചു തന്നത്, അതിൻ്റെ സമ്മാനം എന്ന രീതിയിൽ കേക്ക് കൊടുക്കാമല്ലോ പൈസ എന്ന് പറയുമ്പോഴത്തേനും അതും അവൾ സ്വീകരിക്കില്ല. അവൾക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗമാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. കൃഷ്, ഞാനൊരു കാര്യം പറയട്ടെ, അവൾ ചീഫ് ഡിസൈനർ ആയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിന് അവൾക്ക് ശമ്പളത്തിൽ കുറച്ച് വർധനവ് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് വെച്ചിട്ട് അവൾക്കൊരു ലോൺ പാസ്സാക്കി കൊടുക്കണം. അത് ക്രഷാണ് മുൻകൈ എടുത്ത് ചെയ്തു കൊടുക്കേണ്ടത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവ്ജി. ആ കാര്യം ഞാൻ ഏറ്റു സാർ എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ വേണം, ആ പാവത്തിന് ഒരുപാട് വിഷമമായിട്ടുണ്ടെന്ന് പറയാണ്. തീർച്ചയായും പറഞ്ഞിട്ട് സാർ അങ്ങോട്ട് പോകുന്നു. അപ്പോഴത്തേനും ഫ്രണ്ടിനോട് പറയുന്നുണ്ട്, ഞാൻ അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെയാണല്ലോ എന്തൊക്കെയോ പറഞ്ഞത്, പാവം അവൾക്ക് വിഷമമായിട്ടുണ്ടാവും എന്ന് പറയുന്നു. അപ്പോഴത്തേനും ഫ്രണ്ട് പറയുന്നുണ്ട്, ഇത് ഇപ്പം എന്തൊക്കെയാണ് നടക്കാനായിട്ട് പോകുന്നത്, കടം കയറി മുടിയുന്ന നമ്മുടെ നമ്മുടെ നായികയ്ക്ക് അവൾക്ക് പൈസയായിട്ട് വരുന്നൊരു നായകൻ എന്ന രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. ഒരു ദേവദൂതനെ പോലെ തന്നെ കടന്നു വരുമ്പോഴത്തേനും അവളുടെ മനസ്സിൽ ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിരിക്കും. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പം ഇനി ഒരു പ്രണയം പുട്ടിട്ട് വരുന്നത് എന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. "നീ ഒന്ന് പോടാ, അങ്ങനെയൊന്നുമില്ല, നടക്കട്ടെ നടക്കട്ടെ, എങ്ങനെയെങ്കിലും നടന്നാലും മതിയായിരുന്നു" എന്ന് പറഞ്ഞിട്ട് പോന്നു. അതിനുശേഷം തന്നെ കൺമണിയെ ഗോകുൽ വിളിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ തന്നെ ഗോകുൽ പറയുന്നുണ്ട്, "അപ്പം ഇത് ഞാനാണെന്ന് പറയുന്നുണ്ട്. നീ ആരുടെ ഫോണിൽ നിന്നാണ് മോനെ വിളിക്കുന്നത്?" ചോദിക്കുമ്പോഴത്തേനും, "ഞാൻ സ്കൂൾ വന്നിട്ട് ടീച്ചറുടെ ഫോൺ വിളിച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന് പറയാണ്." "എന്താ മോനെ, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ?" "എനിക്ക് ക്ലാസ്സിൽ ഇരുന്നിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല അപ്പേ. നമ്മുടെ വീടിൻ്റെ കാര്യം ഓർത്തിട്ട് ഭയങ്കരമായ ടെൻഷൻ അടിക്കുന്നുണ്ട് ഞാനെന്ന് പറയാണ്." "മോനെ, നീ അതോർത്ത് ടെൻഷനൊന്നും അടിക്കണ്ട. അതിനുള്ളൊരു പോംവഴി അപ്പയ്ക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ." "എന്താ എന്താ അപ്പേ ആ കാര്യം, എന്നോടും കൂടി പറയുമോ?" എന്ന് ചോദിക്കുകയാണ്. "അപ്പയ്ക്കൊരു ലോണ് പാസ്സാവാനായിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിലൂടെ തന്നെ നമ്മൾ എന്തായാലും മെച്ചപ്പെടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്ന് ആ ആധാരം എടുക്കാൻ നമുക്ക് സാധിക്കും. മോൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല" എന്ന് പറയാം കേട്ടോ. അപ്പോഴത്തേനും എന്തായാലും ഇത് നല്ല കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ ഇത്രയും നേരം ഭയങ്കരമായ ടെൻഷൻ അടിച്ചുകൊണ്ട് നടക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും എനിക്കൊരു സമാധാനമായി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും, "നീ ടെൻഷൻ ആവാതെ ക്ലാസ്സിൽ ശ്രദ്ധിക്കാനായിട്ട് നോക്കുമെന്ന് പറയുന്നു." "പിന്നെ ക്രിഷ് സാർ എവിടെയാണ് അപ്പം?" ഞാൻ ചോദിക്കുകയാണ്. "ക്രിഷ് സാറുമായിട്ട് ഞാൻ രാവിലെ ഒന്ന് ഉടക്കിയടാ, കാരണം ഞാൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. സാർ എന്നോട് ബർത്ത്ഡേ ആഘോഷിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനൊന്നും സമ്മതിച്ചില്ല. സാറിന് വഴക്കും പറഞ്ഞു." "എന്താ അപ്പേ ഇങ്ങനെ പറയുന്നത്? ക്രിഷ് സാർ ഒരു പാവമല്ലേ, അതുകൊണ്ടാണല്ലോ അപ്പയോട് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. സാറിൻ്റെ അടുത്തേക്ക് പോയിട്ട് സോറി എങ്കിലും പറയണം അപ്പേ" എന്ന് പറയാം കേട്ടോ. "ഞാൻ ചെയ്യാടാ, നീ പൊയ്ക്കോ" എന്ന് പറയുന്നു. അതിനുശേഷം തന്നെ കൃഷിൻ്റെ ക്യാബിനിലേക്ക് പോവാട്ടോ കൺമണി. കൺമണിയെ കാണുമ്പോൾ, "കൺമണി വായോ" എന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. "സാർ എന്നോട് ക്ഷമിക്കണം" എന്ന് പറയാണ്. "എന്താ കൺമണി ഈ പറയുന്നത്? കൺമണിയോട് ഞാനല്ലേ ക്ഷമിക്കണം എന്ന് പറയേണ്ടത്. കാരണം രാവിലെ കൺമണിയുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാണ്ടാണ് ഞാൻ അത്രമേൽ സംസാരിച്ചത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ദേവ്ജി എന്നോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്" എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കൺമണിക്ക് വിഷമം വരുന്നുണ്ട്. "ഞാൻ കാരണം സാറിന് വഴക്ക് കിട്ടിയില്ലേ എൻ്റെ അടുത്ത് നിന്ന് തന്നെ" എന്നൊക്കെ പറയുന്നുണ്ട്. "അതെന്താടോ അങ്ങനെയൊക്കെ പറയുന്നത്?" പക്ഷേ ഇതെല്ലാം തന്നെ കേട്ടുകൊണ്ട് അവിടെ വിദ്യയാണെങ്കിൽ ഫോണിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇവർ രണ്ടുപേരുടെയും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മാനസിക അഴിച്ചു കൊടുക്കാനായിട്ട് വേണ്ടിയിട്ട് കൺമണി കരയുമ്പോൾ കൺമണിയെ കണ്ണ് തുടയ്ക്കുന്നുണ്ട് കേട്ടോ. കൺമണി ഇടയ്ക്ക് വിഷമിപ്പിക്കുന്നതാണ് എനിക്കിഷ്ടം. കാരണം വേറെ ഒന്നുമല്ല, കൺമണിയെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നത് എനിക്ക് ഒത്തിരി തന്നെ ഇഷ്ടമാണെന്നൊക്കെ പറയുകയാണ്. "എന്താ സാർ ഇങ്ങനെയൊക്കെ പറയുന്നത്? പിന്നല്ലാതെ
പിന്നെ തന്നെ ഒറ്റയ്ക്ക് വിഷമിപ്പിക്കാൻ ഞാൻ വിടുവോടോ എന്ന് പറഞ്ഞിട്ട് കൺമണിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം തന്നെ വിദ്യ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് വിദ്യ വീഡിയോ എടുക്കുന്ന സമയത്ത് തന്നെയാണ് കൺമണി ഇത് കാണുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വിദ്യ മേഡം എന്ന് പറഞ്ഞിട്ട് ഓടുന്നുണ്ട്. കൃഷ് ആണെങ്കിൽ പുറകെ ഉണ്ട് കേട്ടോ. അങ്ങനെ വേഗം പോയിട്ട് വിദ്യയുടെ ഫോൺ പിടിച്ച് വാങ്ങുന്നുണ്ട്. അവിടെ ഒരു അടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നിനക്ക് ഇതന്നെയല്ലേ പണി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ വീഡിയോ എടുത്തിട്ട് സാറിന് എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ച് വരുമ്പോഴത്തേനും സാർ ഇത് കണ്ടോ, ഇവളുടെ സ്ഥിരം പരിപാടിയാണിതെന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കാണിച്ചു കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പോഴത്തേനും എന്താണ് പ്രശ്നം, ഇതെന്താ നീ കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇവളിങ്ങനെ തന്നെയാണ്, നമ്മൾ തമ്മിലുള്ള എന്തെങ്കിലും ഒരു വീഡിയോ എടുത്ത് മാനസയ്ക്ക് അയച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇവൾക്ക്. അങ്ങനെ നമ്മുടെ മാത്രമൊന്നല്ല, ഇതുപോലെ ആരുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ച് അല്ലെങ്കിൽ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇവൾക്ക് മനസ്സുഖം കിട്ടുന്നത് വലിയ കാര്യമായിട്ട് നടക്കുന്നവളാണിപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേനും ക്രഷ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ സ്റ്റാഫിനെ എല്ലാം തന്നെ ഇവൾ വഞ്ചിക്കുകയാണ്. ഇവളായിട്ട് ഒരു ഫ്രഷ് ഡിസൈൻ ഇതുവരെ വരച്ചിട്ടില്ല. ആകെയുള്ള നല്ല ഡിസൈൻസിനെ ഒക്കെ തന്നെ കളിയാക്കുകയും അവരെ താഴ്ത്തി സംസാരിക്കുകയും ചെയ്യുന്നവളാണ് ഇവൾ. ഇവൾക്കൊന്നിനും സാധിക്കില്ല. ഇവൾ ഒരിക്കലും തന്നെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കരുത് സർ എന്ന് പറയുന്നു. അപ്പോഴത്തേനും കൃഷ്ണന് നല്ല ദേഷ്യം വരുന്നുണ്ട്. എന്തായാലും ഞാൻ ഇതിന് തീരുമാനം എടുക്കുന്നുണ്ട്. വിദ്യയെക്കുറിച്ച് കുറച്ച് നാളായിട്ട് ഞാൻ നടക്കുന്നുണ്ട്. ദേവജിയും നിന്നെക്കുറിച്ച് ഒരുപാട് മോശം രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അതിനൊരു തീരുമാനം ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിത്തരാം. അങ്ങനെ വിദ്യേനെ ഡിസ്മിസ് ചെയ്യാനായിട്ട് കൃഷി തീരുമാനിക്കുന്നു. അപ്പോൾ കൺമണി പറയുന്നുണ്ട്, അത് വേണോ സർ, അത് വേണം, ഇത് എൻ്റെ ഓർഡറാണ്, MD ആണ് ഞാൻ എന്ന് പറയുന്നതായിട്ട് പോവുകയാണ്. അപ്പോൾ തന്നെ കൺമണിയോട് വിദ്യ പറയുന്നുണ്ട്, നീ സൂഹിക്കണ്ട, നിന്നെ ഞാൻ ശരിയാക്കി തരാടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അമ്മായിമാർ പറയുന്നുണ്ട്, അയ്യോ വിദ്യാ മേഡത്തിൻ്റെ ജോലി തിരിച്ചു, ആരാന്നറിയോ ജോലി തെറിപ്പിച്ചത്, അത് കൺമണിയാണെന്ന് പറയുന്നു. അവർക്ക് എല്ലാവർക്കും സന്തോഷമാവും കേട്ടോ, 3 പേർക്കും. അത് തന്നെ നല്ലത്. ഇനിയിപ്പോൾ എന്തായാലും എന്താ കാരണമെന്ന് ചോദിക്കുമ്പോഴത്തേനും സാറും കൺമണിയും കൂടെ സംസാരിക്കുന്ന സമയത്ത് വിദ്യാ മേഡം ഒളിഞ്ഞു നോക്കിയെന്നൊക്കെയാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അതോടുകൂടിയാണ് വിദ്യ ഒഴിവാക്കിയത്. അപ്പോൾ കൺമണിയും കൃഷിസാറും തമ്മിൽ ഇപ്പോൾ പരിഞ്ഞ പ്രേമമാണല്ലേ എന്നൊക്കെ പറയാട്ടോ ചെയ്യുന്നത്. അതിനുശേഷം തന്നെ അത് പറഞ്ഞ് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് വിദ്യ അവിടേക്ക് വരുന്നത്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എനിക്കിപ്പോൾ മനസ്സിലായി, നിങ്ങളുടെ വീട് ജപ്തി ചെയ്യാനായിട്ട് പോകുന്നുണ്ടല്ലേ, അത് ഞാൻ അറിഞ്ഞു. എന്തായാലും കൺമണി കാരണം നിങ്ങൾക്ക് ആ വീട് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്ക് ആ വീടിൻ്റെ ആവശ്യകതയൊന്നുമില്ല എന്നൊക്കെ പറയാം കേട്ടോ. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് പറയുമ്പോൾ, അവളല്ലേ എന്നെ ഇപ്പോൾ ജോലിയിൽ നിന്ന് പുറത്താക്കിയേ, മാനസയെ ബാംഗ്ലൂരിലേക്ക് കെട്ടുകെട്ടിക്കുകയും ചെയ്തു. അങ്ങനെ ക്രിസ്സാൻ്റെ വീട്ടുകാരെയും ക്രിസ്സാറിനെയും എല്ലാം അവൾ അധികാരത്തിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ജോലിയും പോവും, നിങ്ങളുടെ കിടപ്പാടും പോവും, അവൾ നിങ്ങളെയൊക്കെ തെരുവിൽ തെണ്ടിക്കും എന്നൊക്കെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ പുറകെ നടക്കുന്നത് കുറച്ച് അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് നല്ലതെന്നൊക്കെ പറഞ്ഞ് അമ്മായിമാരെ ഒന്ന് പേടിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയുടെ അച്ഛനെ കാണിക്കുന്നത് ഇനി എന്താണ് ചെയ്യുക, കാരണം ഒരാഴ്ചയിനകം ആദാനം തിരിച്ചെടുത്തിട്ടില്ലെങ്കിൽ വീട് ജപ്തി ചെയ്ത് പോവും, എന്തിനു ചെയ്യാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനാണ് മൺമണി അവിടേക്ക് വരുന്നത് കേട്ടോ. കൺമണിയാണെങ്കിലോ എന്തിനാ ജയിലിലേക്ക് കൊണ്ടുവരണത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നിൻ്റെ അച്ഛനോട് തന്നെ ചോദിക്കുക, ഞങ്ങളുടെ ആശാനല്ലേ, ആശാൻ പറഞ്ഞ് ഞങ്ങൾ കേൾക്കാണ്ടിരിക്കില്ല, അച്ഛനാണ് ആഗ്രഹം ജോലിക്ക് വരണമെന്ന്, ഞങ്ങൾ ഒരിക്കലും മോളെ നിർബന്ധിച്ചിട്ടില്ല എന്നൊക്കെ പറയുന്നു കേട്ടോ. എൻ്റെ കഷ്ടപ്പാട് കൊണ്ടും വരുന്ന മോളെ, എന്തായാലും ഇതൊക്കെ എപ്പോഴെങ്കിലും തീരുമെന്ന് പറയുന്നു. എന്തായാലും എത്രയും പെട്ടെന്ന് നമുക്ക് ആധാരം എടുക്കാൻ സാധിക്കുക വെച്ചാൽ നമുക്ക് ലോൺ പാസ്സാവാൻ പോവുകയാണ്. എൻ്റെ സാലറി സർട്ടിഫിക്കറ്റൊക്കെ വെച്ചിട്ട് ഇപ്പം എനിക്ക് ഉയർന്നൊരു പോസ്റ്റിലല്ലേ ജോലി കിട്ടിയിരിക്കുന്നത്, അത് വെച്ച് ബാങ്കിൽ നിന്ന് തന്നെ നാളെ തന്നെ ചിലപ്പോൾ നമ്മുടെ ആധാരം തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എത്രയും പെട്ടെന്ന് തന്നെ, ഇപ്പോൾ പണ്ടത്തെ പോലത്തെ ഒരുപാട് ഫോർമാലിറ്റീസൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛനും കൺമണിക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇത്രയും കാണിച്ചുകൊണ്ടായിരുന്നത് നല്ലൊരു എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.